പക്ഷെ നമ്മൾ അത്രയും ഒരു മെന്റൽ സപ്പോർട്ട്, നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെ ബിഗ് ലേണിംഗ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയായിരുന്നു ഫസീല മിസ് ഉണ്ടായിരുന്നത്. നമുക്ക് ബിഗ് ലേണിംഗിന്റെ ഈ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബുക്കാണ്. ഈ ബുക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗം നമ്മൾ 100% ക്ലിയർ ആണെങ്കിൽ വൺസ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡേ അവിടെ ഉണ്ട്, നമുക്കത് വരും. ഹലോ എവരിവൺ, ഞാൻ ജസ്ന. ഇപ്രാവശ്യത്തെ UGC നെറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ JRF ക്വാളിഫൈ ചെയ്തു. ഞാൻ 2 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ബിഗ് ലേണിംഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നെറ്റിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു JRFൻ്റെ ജേണി എന്താണെന്നുള്ളത്, JRFിലേക്ക് എത്താനുള്ള ജേണിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 2020 2020 ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുമ്പോൾ തന്നെ JRF എനിക്ക് മിസ്സാവുന്നത് 4 മാർക്ക് ആണ് എനിക്ക് JRF മിസ് ഔട്ട് ആയത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, JRF നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ആക്ച്വലി അപ്പോൾ ഞാൻ നെറ്റിന് വേണ്ടി മാത്രമായിരുന്നു പ്രിപ്പയർ ചെയ്തത്. സോ നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്കാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ പിന്നീട് ഞാൻ JRFന് വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ NEP ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ PhDക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, റിസർച്ച് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലത്താണെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ നെറ്റ് ഇല്ലാതെ കോളേജിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കിന് നമുക്ക് PhD ഇല്ലാതെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് PhDക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു. സോ ആ സമയത്താണ് ഞാൻ JRFനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതും വീണ്ടും നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷേ ആക്ച്വലി അപ്പോഴും ഞാൻ എന്തുതന്നെയായിരുന്നു, ബിഗ് ലേണിങ്ങിൻ്റെ നെറ്റിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് HSTക്ക് കോൾ ഫോർ ചെയ്യുന്നത്. ഞാൻ HSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബിഗ് ലേണിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കോഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെറ്റിൻ്റെ കണ്ടൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ഈ 2 കണ്ടൻറ്റും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, JRFിലേക്കുള്ള എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നെറ്റിനായിട്ടുള്ള JRFനായിട്ടുള്ളത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ഒരു ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, ഫാക്കൽറ്റി ആയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഫാമിലി ഉണ്ട്, വർക്കും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ചെയ്യണം, എൻ്റെ പ്രിപ്പറേഷന് വേണം. അപ്പോൾ ഇത് 3ഉം ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ അതിൽ തന്നെ ടൈം എങ്ങനെ, ഏതിന് നമ്മൾ ടൈം കൊടുക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്കിനി പ്രിപ്പറേഷനുള്ള ടൈം കിട്ടുക, ഇതാണ് എനിക്ക് വലിയൊരു ചലഞ്ചായിട്ട് എൻ്റെ മുന്നിൽ വന്നത്. പക്ഷെ അതിന് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ലേണിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ നെറ്റിൻ്റെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. സോ ഞാൻ ആ ഒരു സ്റ്റഡി പ്ലാന് ഫോളോ ചെയ്തു. പക്ഷെ അത് 3 മാസത്തെ മാത്രം സ്റ്റഡി പ്ലാൻ ആയിരുന്നു. എനിക്ക് നെറ്റ് ഓൾറെഡി ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ക്ലാരിറ്റി എന്നുള്ളത് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് JRFിലേക്കുള്ള ജേണിയിലേക്കാണ് നോക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് 3 മാസത്തിൻ്റെ അകത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ബട്ട് നമുക്കറിയാം നെറ്റിന് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. പേപ്പർ 1ഉം വേണം, പേപ്പർ 2ഉം വേണം. പേപ്പർ 1ലെ നമുക്ക് 10 യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ 2വിലും നമുക്ക് 10 യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ഓരോ 10 യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് കവർ എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആവില്ല. നിങ്ങൾ നെറ്റിനൊക്കെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ ഏതാണ്, കൺസെപ്റ്റിൽ നിങ്ങൾ എതുവരെ എത്തിയിട്ടുള്ളത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് 3 മാസത്തെ അല്ലെങ്കിൽ നമ്മൾ 6 മാസത്തെ ഒരു സ്റ്റഡി പ്ലാനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 6 മാസത്തെ സ്റ്റഡി പ്ലാന് ഫോളോ ചെയ്യാം. സോ ഞാൻ ആ ഒരു 3 മാസത്തെ 100 ഡേയ്സിലുള്ള സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്തത്. അതിൽ
നമുക്ക് ഓരോ യൂണിറ്റിനും എത്ര ഡേയ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഞാൻ ആദ്യം ഒരു ദിവസം എനിക്ക് എത്ര സമയം കിട്ടും, എനിക്ക് ജോലിക്ക് പോകുന്ന സമയവും ഫാമിലിക്ക് കൊടുക്കാനുള്ള സമയവും കഴിഞ്ഞിട്ട് എത്ര ഫ്രീ ടൈം ഉണ്ടെന്ന് നോക്കി. ആ ഫ്രീ ടൈമിൽ എത്ര സമയം എനിക്ക് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം, അതെപ്പോഴൊക്കെ, ഞാൻ ആദ്യം ചാർട്ട് ചെയ്തു. അതിനുശേഷം ഓരോ പേപ്പറും ഇത്ര ഡേയ്സിലാവുമ്പോൾ എത്ര ഡേ കൊണ്ട് എന്നുള്ളത് നമ്മുടെ ടൈം ചാർട്ടിലുണ്ട്. ആ ടൈം ചാർട്ട് വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്ത് വന്നു. സോ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും ചലഞ്ചബിൾ ആയിട്ടുള്ളത് എൻ്റെ ടൈം തന്നെയായിരുന്നു. ആ ടൈം എനിക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈം ചാർട്ടാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇനി എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. നമുക്ക് ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. അതായത് സിലബസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. അതായത് എക്സാം ഹാൾ ആ ഒരു 3 മണിക്കൂറിൽ നമ്മൾ ഇത്രയും സമയം പ്രിപ്പയർ ചെയ്ത കാര്യം 3 മണിക്കൂറിൻ്റെ അകത്ത് 2 മാർക്കുകളാക്കി മാറ്റാം. അതിന് നമുക്ക് വേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. സോ ഈ 3 കാര്യങ്ങളും എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ്. കൺസെപ്ച്വൽ ക്ലാരിറ്റി അത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് ഇവിടെ ബിഗ് ലേണിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ നെറ്റിന്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ നമുക്ക് എല്ലാ ക്ലാസ്സസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ഏരിയയിലാണ് ഞാൻ വീക്ക് ഉള്ളതെങ്കിൽ ആ ഏരിയയിലെ ക്ലാസ് എടുത്തിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് HSST കോൾ ഫോർ ചെയ്യുന്നതും ഞാൻ എന്ത് ചെയ്തു, ബിഗ് ലേണിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ HSSTയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരുന്നു. ഓരോ യൂണിറ്റ് വൈസിലുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ഞാൻ നെറ്റിന് എനിക്ക് ടഫാണെന്ന് വിചാരിച്ച് മാറ്റി വെച്ച ചില ഏരിയാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സസ് അന്ന് HSSTന്റെ ക്ലാസ്സിൽ അതായത് ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ടൈമിൽ എനിക്ക് ടഫാണെന്ന് തോന്നിയ ക്ലാസ്സുകൾ അത്രയും ബേസിക് ലെവൽ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് ഫോളോ ചെയ്ത് വരാൻ പറ്റി. അപ്പോൾ നമ്മൾ ഹരിസാറെ ക്ലാസ്സൊക്കെ അത്രയും ബേസിക് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ക്ലാരിറ്റി കൈവരിക്കാൻ പറ്റി. ദെൻ അതിനുശേഷം അതേ കൺസെപ്റ്റ് തന്നെ ഹയർ ലെവലിലാണ് നമുക്ക് നെറ്റിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നെറ്റിന്റെ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ഹൈ ലെവൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടും ക്ലബ് ചെയ്തുകൊണ്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്, കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്തിയത്. അതിനുശേഷം നമുക്ക് എന്തറിയണം, ഓരോ ഏരിയയിൽ നിന്നും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് അറിയണം. അതായത് ഇപ്പോൾ ചിലർ പറയും പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല, ബട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ സെയിം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്. ആ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ സെയിം അല്ലെങ്കിലും നമുക്ക് ഏരിയ സെയിം ആണ്. അതാണ് നമ്മൾ ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഫോക്കസിങ് ഏരിയ നമുക്ക് കിട്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തനിയെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ സിലബസ് ആദ്യം കവർ ചെയ്യണം. ഈ ഫോക്കസ് ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോരാ, നമ്മൾ ചുരുങ്ങിയത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏരിയ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ മുന്നിൽ ടൈമും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ടൈം, ഇത് രണ്ടും കഴിഞ്ഞിട്ട് മാത്രമാണ് പ്രിപ്പറേഷനുള്ള ടൈം ഉള്ളത്. സോ ഫോക്കസിങ് ഏരിയ എന്നുള്ളത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തത് കൊണ്ട് അത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മാത്രം സെഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ലെങ്കിലും ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ചിലപ്പോൾ ഇപ്പൊ ഇന്ന് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിന്റെ ABCD എന്നുള്ള 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ A ആണ് നമുക്ക് കറക്റ്റ് ആൻസർ എങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കുക ചിലപ്പോൾ B എന്നുള്ള ഓപ്ഷന് ക്വസ്റ്റ്യൻ ആക്കിയിട്ടായിരിക്കും വരിക. സോ നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം മാപ്പ് ചെയ്ത് പഠിക്കരുത്. നമുക്ക് എന്ത് വേണം, ഓരോ ഓപ്ഷനും എന്തുകൊണ്ട് കറക്റ്റായി
അങ്ങനെയാണെങ്കിൽ ബാക്കി 3 ഓപ്ഷൻ എന്തുകൊണ്ട് റോങ് ആയി, ഇതും കൂടി മനസ്സിലാക്കിയാലേ നമ്മൾ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് സെഷൻസ് എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന, അത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് സെഷൻസ് ഉണ്ട്. ആ സെഷൻസ് എനിക്ക് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ലൈവ് സെഷൻസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യാത്ത പേപ്പേഴ്സിന്റെ ക്ലാസ്സുകൾ ബാക്കി ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ലൈവായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അന്ന് നമുക്ക് അവിടെയുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ആ ഭാഗം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റി. ദെൻ ഇനി നമ്മളിപ്പോൾ സിലബസ് എന്താ നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കി. ബട്ട് അത് മാത്രം പോരാ, നമുക്ക് ടൈം മാനേജ്മെന്റ്, ഒരു 3 മണിക്കൂറാണ് നമുക്കുള്ള ടൈം. അതിൻ്റെ ഉള്ളിൽ പേപ്പർ 1 നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, പേപ്പർ 2 പഠിച്ച എല്ലാ കാര്യങ്ങളും, ഈ എല്ലാ കാര്യങ്ങളും നമ്മളെ മൈൻഡിൽ ഇട്ടിട്ട് നമ്മൾ ആൻസർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഈ 3 മണിക്കൂറിൽ നമുക്ക് എങ്ങനെ 150 ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താം, അതൊരു ടിഡിയസ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. സോ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ബിഗ് ലേണിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതും സെയിം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, കംപ്ലീറ്റ് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടും അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ മറ്റു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതേപോലെ വെച്ചിട്ട് നമുക്ക് ടൈം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ദെൻ ഓരോ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ഒരു അനാലിസിസ് കൂടെ നമുക്ക് കിട്ടും. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര ടൈം എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, ഇങ്ങനെ അനാലിസിസ് കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിന് സ്വയം ഒരു അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഏരിയയിൽ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പേപ്പർ 1 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ എല്ലാവരുടെയും ടൈം പോകുന്ന ഒരു ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതായത് അതൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആകുമ്പോൾ മാത്സ് അറിയുന്നവരായിരിക്കും. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കുന്ന മാത്സ് സിമ്പിൾ ആയിട്ടുള്ള ആവറേജും സമ്മും ഒക്കെയാണ്. അപ്പോൾ ആരായാലും അതൊന്ന് ട്രൈ ആയിട്ട് ചെയ്യും. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും വലിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടഫാവും. അപ്പോൾ നമ്മൾ അഥവാ തെറ്റിപ്പോയാൽ ഓപ്ഷൻ അതിലില്ലെങ്കിൽ നമുക്ക് അത് ഓപ്ഷന് ഉള്ളതിലേക്ക് എത്തിക്കാം, പിന്നെയും നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ടൈമാണ് അവിടെ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കില്ല, അത് ട്രിക്കി ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഫസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യന് ചോദിക്കുക ചിലപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യരുത്. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കുറേ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ എനിക്ക് കൂടുതൽ ടൈം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സെഷനിലേക്ക് വെച്ചു. പിന്നെ ഞാൻ ചെയ്തത് അവിടെ പ്രാക്ടീസ് ചെയ്തു. ടൈം ഓൾറെഡി നമുക്കറിയാം, ആവറേജ് എന്നുള്ളത് എനിക്ക് അറിയുന്നതാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ അതിന് കുറേ പ്രിപ്പറേഷൻ ടൈം കൊടുക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് മാത്രം പോരാ, വിത്തിൻ ദ ടൈമിൻ്റെ ഉള്ളിൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു നമ്മൾ ഓരോരുത്തരും ഏത് ഏരിയയിലാണ് വീക്ക് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എവിടെയാണ് നമുക്ക് കൂടുതൽ ടൈം പോകുന്നത് എന്നുള്ള അനാലിസിസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൂടുതൽ പ്രിപ്പറേഷന് ടൈം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ചില ഏരിയ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടാവും. സോ അവിടെ നമ്മൾ കൂടുതൽ പ്രിപ്പറേഷൻ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു ഞാൻ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. JRF-ന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടിപ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാൻ ഓരോ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് കവർ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നു. കാരണം നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നേക്കാളും എത്ര എളുപ്പം ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സോ ഓരോ കൺസെപ്റ്റിൻ്റെയും ഒരു ഷോർട്ട് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്സ് ആണ്. സോ ഞാൻ ബ്രെയിൻ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടോപ്പിക്കുകളും അതിൻ്റെ ഒരു ഹൈറാർക്കി പോലെയൊക്കെ പറ്റുമെങ്കിൽ, ട്രീ സ്ട്രക്ചറിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ആ ഏരിയാസ് ഒക്കെ അങ്ങനെ ഞാൻ ഒരു ബ്രെയിൻ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. സോ ഞാൻ ആ ഒരു എക്സാമിന്റെ ടൈമിൽ ചെയ്തത് 2 പ്രാവശ്യമായിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്തു.
അതും എന്ത് ചെയ്യണം, പേപ്പർ 1-ന് എത്ര ടൈം, പേപ്പർ 2-ന് എത്ര ടൈം. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ 1 അവറാണ് പേപ്പർ 1-നുള്ളത്. അപ്പോൾ ആദ്യം ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് വന്നു. അതൊരു അരമണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം, അതായത് അതിന് തന്നെ 1 മണിക്കൂറിന് മേലെ പോയാൽ പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സബ്ജക്റ്റിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൈം മാനേജ് ചെയ്ത് ടൈം നോക്കിയിട്ട് തന്നെ ചെയ്യണം. 2 പ്രാവശ്യം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി, അതിനുശേഷം ഒന്നും കൂടെ വന്നിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് നോക്കി. ഇതന്നെ പേപ്പർ 1-ലും പേപ്പർ 2-ലും ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ നെറ്റ് എക്സാമിൽ എല്ലാവരും പറഞ്ഞൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് എല്ലാവർക്കും ഇഷ്യൂ ആയിട്ട് വന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു ടിപ്പ് കൊണ്ടായിരിക്കാം മേ ബി അത് ഓവർകം ചെയ്യാൻ പറ്റിയത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറിയുമെങ്കിലും അറിയൂലെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് നെറ്റിന് നെഗറ്റീവ് മാർക്കില്ല. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു JRFലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ ബ്രെയിൻ മാപ്പ് ഉണ്ടാക്കി വെച്ചു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു, പിന്നെ ടൈം മാനേജ് ചെയ്തു എന്നുള്ളത്. ഇപ്പം നമ്മൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇപ്പം അടുത്ത എക്സാം വരാനുള്ളത് നമുക്ക് ജൂൺ സൈക്കിളാണ്. അപ്പോൾ എന്താണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്താണ് നമുക്ക് അറിയാം. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പോൾ നെറ്റ് എന്ന് പറയുന്നത്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ബട്ട് നമുക്ക് എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമല്ല, ഇപ്പോഴത്തെ നെറ്റിന് എന്ത് വന്നിട്ടുണ്ട്, PhD അഡ്മിഷനുള്ള മാർക്കും കൂടെ നമുക്ക് അവിടുന്ന് കിട്ടും. സോ 3 കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ നെറ്റിന്റെ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്മിഷൻ ഫോർ PhD, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ JRF. ഈ 3 നമ്മൾ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ PhDക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണ്, ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നെറ്റ് മാത്രം മതിയാവില്ല, നമുക്ക് എന്തും കൂടെ വേണ്ടി വരും, PhD കൂടെ വേണ്ടി വരും. സോ ആ സമയത്ത് PhD ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ PhDന്റെ അഡ്മിഷൻ നമുക്ക് കിട്ടണം അല്ലേ. സോ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈ ചെയ്തില്ല, PhD ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റികളിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ട് PhD കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് JRF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് നിങ്ങളുടെ PhD കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നെറ്റ് അല്ലെങ്കിൽ PhD ഇല്ലാതെ ഇനി നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് മാറുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടീച്ചിങ് ഫീൽഡാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഇനി JRF അല്ലെങ്കിൽ PhD ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ഒരു ടിഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറും. മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു JRF ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ ഞാൻ HSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ HSTക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ JRFനും കൂടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കൊരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ PSCയിൽ കേരള PSC ഒരുപാട് ടെക്നിക്കൽ കോഴ്സുകളാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ടെക്നിക്കൽ എക്സാമുകളാണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാമർ ഉണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റാബേസ് എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് PSC എക്സാമുകളും കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ കോൾ ഫോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനും കൂടി പ്രിപ്പയർ ചെയ്യാം. ഒരേ കണ്ടന്റ് ആണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഒരേ പേപ്പേഴ്സ് കോമൺ ആയിട്ട് വരുന്നതുണ്ട്. സോ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ നെറ്റിന് പഠിച്ച കണ്ടന്റ് ഇവിടെ ഉണ്ടാവും. അതിലേക്ക് ഏതെങ്കിലും 1-2 പേപ്പർ നമ്മൾ അഡീഷണലി പഠിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് പ്രോഗ്രാമർ എക്സാം അല്ലേ. ഇപ്പോൾ 2 പ്രോഗ്രാമർ എക്സാമിന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ടൈം സ്ലോട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. രണ്ടും സെയിം ആണ് സിലബസ് വരിക, അല്ലെങ്കിൽ കണ്ടന്റിന് സിമിലാരിറ്റി ഉണ്ട്, കോമൺ ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ട്. എക്സ്ട്രാ വരുന്ന പിന്നെ നമ്മൾ അതിലേക്ക് ആഡപ്പ് ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് RRBന്റെ JEE എഞ്ചിനീയറിംഗിന്റെ എക്സാമുകളുണ്ട്. സോ നമുക്ക് എന്താണ്, ഒരു സിലബസ് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ എക്സാമുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു സ്റ്റഡി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഈ ഒരു JRFന്റെ പ്രിപ്പറേഷനിൽ ഒരു കോച്ചിങ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കോച്ചിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഇപ്പം എന്താണ്, ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് സിലബസ് കവർ ചെയ്യണം, അതിന്റെ ഫോക്കസ് ഏരിയ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടെത്തണം. പക്ഷേ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവർ ഫോക്കസിങ് ഏരിയാസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ഉണ്ടാവും, പക്ഷേ എക്സ്പ്ലനേഷൻ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ലൈവ് ആയിട്ടാണ് എക്സ്പ്ലനേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നമുക്ക് അതേ ടൈമിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ സമയത്തും നമ്മളെ മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒന്ന് ഡള്ളായിട്ടൊക്കെ വരും. ആ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് നമ്മളെ കൂടെ ആരോ ഉണ്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ എക്സാം എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ മെന്റർ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ, എന്താ നമ്മളൊന്ന് എക്സാം എന്തായാലും അപ്ലൈ ചെയ്താലേ, ഒന്ന് പോയി എഴുതിയാൽ എന്താ. കാരണം എന്താ, നെറ്റിന്റെ എക്സാമിന് നെഗറ്റീവ് ഇല്ല. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ ടൈം 2 പ്രാവശ്യം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് എഴുതി നോക്കൂ. ഇങ്ങനെയൊക്കെ പറയാൻ ആരോ നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് തോന്നിപ്പോവും. പിന്നെ നമുക്ക് എന്താണ്, ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വരിക എന്താണ്, ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അവിടെ എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഒന്നല്ല ഒന്നിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, എക്സ്പെഷ്യലി JRFനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റിന്റെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോരാ. അതല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഒരുപാട് PSC എക്സാംസുകൾ എഴുതുമ്പോൾ, ടെക്നിക്കൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് എന്താണ്, ഗേറ്റിന്റെ ആണെങ്കിലോ ISROന്റെ ആണെങ്കിലോ അതുപോലെ തന്നെ നീലിറ്റിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് PSC ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെറ്റിലും അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു നമുക്ക് ബിഗ് ലേണിംഗിന്റെ ഈ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇത് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗേറ്റിലുള്ളതുണ്ട്, അതുപോലെ തന്നെ നെറ്റിന്റെ ഉണ്ട്, അതുപോലെ തന്നെ നീലിറ്റിന്റെയും SSCന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബുക്കാണ്. ഈ ബുക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കോളേജ് ടൈമിലാവുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് വീഡിയോസ് ഒന്നും കണ്ടിട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ടൈം നമുക്ക് കറക്റ്റ്, അതായത് പ്രിപ്പറേഷൻ ടൈം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 3 മാസം ഉള്ളെങ്കിൽ ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ തീർക്കാം, അത് വിത്ത് മെന്റൽ സപ്പോർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ വീക്കിലി നമുക്ക് ആ ടൈം നമ്മൾ മീറ്റപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ അത് നമുക്ക് എപ്പോൾ നമുക്കത് എവിടെയാണോ ലോസ് ആയത് അതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ സ്ഥലത്ത് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും 24 hours നമുക്ക് സപ്പോർട്ടാണ്. എപ്പോൾ ഡൗട്ട് വന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡൗട്ട് ചോദിച്ചിട്ടാൽ മതി, വാട്സപ്പിൽ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടും. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നെറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ PSC വിളിക്കുന്ന ഏത് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും 1-2 പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടാലും അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ നെറ്റിൻ്റെ എക്സാമിനൊക്കെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു മൂഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക. അതായത് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതും ഈ 3 അവർ എങ്ങനെ ഞാൻ വിനിയോഗിക്കും, ഓരോ ക്വസ്റ്റ്യനും എനിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ എക്സാം എഴുതുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് പോവാം. അതായത് ഇപ്പൊ നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈം തന്നെ നിങ്ങൾ എക്സാം എഴുതിക്കോളൂ. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇനി നിങ്ങളിപ്പോൾ PG കഴിഞ്ഞവരാണെങ്കിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മളൊരു 55 above% മാർക്കോട് കൂടിയിട്ടായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ നെറ്റിന് എഴുതാനുള്ള ക്വാളിഫൈ ആവുന്നത് അല്ലേ. നെറ്റ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എബോവ് 55% മാർക്ക് വേണം. സോ ആ ഒരു ലെവലിൽ എത്തുന്ന ഒരാൾ ഓൾമോസ്റ്റ് എന്താണ് ബേസിക് ലെവലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നോളേജ് ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ക്വാളിഫൈ
ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു 3 അവറിലേക്ക് നിങ്ങളെ നോളേജിനെ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താൻ പറ്റിയോ? നിങ്ങളുടെ പ്രിപ്പറേഷനിലാണ് കുഴപ്പം, അല്ലാതെ നിങ്ങൾ എന്തല്ല, നിങ്ങൾക്ക് നോളേജ് ഇല്ലായിട്ടല്ല. സോ നിങ്ങൾക്ക് നെറ്റ് വേണം എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഇത് ഞാൻ വാങ്ങിയെടുക്കും, ആ ഒരു തീരുമാനം നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. അതായത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സംതിങ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ മോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്ര ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ 100% അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇനി ബൈ ചാൻസ് അല്ലെങ്കിൽ നമുക്ക് അൺലൈക്ക്ലി നമുക്ക് എന്താ ലക്കില്ലാതെ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ ഡീമോട്ടിവേറ്റ് ആയിട്ട് പോവരുത്. കാരണം എന്താണ്, ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ അടുത്ത ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ NTA-ക്കും അറിയായിരിക്കും ഈ 3 മണിക്കൂറിൽ ഒരു ഉദ്യോഗാർത്ഥിയെ കംപ്ലീറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന്. അതിനാണ് നമുക്ക് പിന്നീട് അവിടെ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് സൈക്കിളിൽ നമ്മൾ നോക്കണം, നമ്മുടെ ഭാഗം നമ്മൾ 100% ക്ലിയർ ആണെങ്കിൽ വൺസ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡേ അവിടെ ഉണ്ട്, നമുക്ക് അത് വരും. പക്ഷെ അതുവരെ നമ്മൾ പോയി നോക്കണം. നമ്മൾ 1-2 ചാൻസ് നോക്കും, അവിടെ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. 3-ാമത്തെ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ JRF-ന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് HST കഴിഞ്ഞിട്ട് വരുന്നത്, അതായത് കഴിഞ്ഞ ജൂൺ സൈക്കിളിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അന്നും ഞാൻ 190 എബോവ് മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ 4-6 മാർക്കിനാണ് എനിക്ക് ജസ്റ്റ് മിസ് ഔട്ട് ആയി പോയത്. അപ്പൊ ഞാൻ അതവിടെ ഉപേക്ഷിച്ചത്. എനിക്കിനി അത് അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അത്രയും നമ്മൾ കൺസെപ്റ്റുകൾ വാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നെറ്റിന്റെ കൺസെപ്റ്റും പ്ലസ് നമ്മൾ HST-ന്റെ കൺസെപ്റ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഉള്ളിൽ നമുക്ക് റിഗ്രറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് നമ്മളിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തത് കൊണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെയും കൂടെ അത് പറയാം. കാരണം മിൻഷാ മിസ്സിന്റെ മെന്ററിങ് ആണ്. അവിടെ ഞാൻ അത്രയും ഇതായി നിൽക്കുന്ന സമയത്ത് മിസ്സിന്റെ അടുത്ത് പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ മിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടാണ്ടിരിക്കില്ല. ആ ഒരു വാക്കിലാണ് ഞാൻ ലാസ്റ്റ് ടൈം വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും ഒരു മെന്റർ സപ്പോർട്ട്, നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെ ബിഗ് ലേണിംഗ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയായിരുന്നു ഫസീല മിസ്സും ഉണ്ടായിരുന്നത്. സോ അപ്പോൾ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുകയും അതിലേക്ക് വേണ്ടി പിന്നെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ജസ്റ്റ് പിന്നെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ടൈം എനിക്ക് കിട്ടി. ഇൻ കേസ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പറയും മേലൊരു ശക്തി ഉണ്ടെന്ന്, ആ ശക്തി നമുക്ക് വേണ്ടി മാറ്റി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ എത്തണം, അപ്പോഴാണ് എനിക്കത് തരാൻ പറ്റുക. ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വൺസ് ഒരിക്കൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം നമുക്ക് അതിന് ബാക്ക് ഇങ്ങോട്ട് കിട്ടുക തന്നെ ചെയ്യും. ആ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ വെക്കുക, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ അടുത്ത ജൂണിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ആദ്യം നിങ്ങളെ മൈൻഡിന് അതിന് വേണ്ടി സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ക്വാളിഫൈ ചെയ്യും. ഈ ഒരു സെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഷെഡ്യൂൾ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യാം. ഇനി ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഡേ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ആഡപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കവർ ചെയ്ത് വരിക. ദെൻ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഉണ്ട്, അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് എക്സാം ഹാളിലെ ടൈം മാനേജ്മെന്റ് നോക്കുക. പിന്നെ ആ ഒരു സമയത്ത് നമ്മളെ ഹെൽത്ത് കണ്ടീഷനും കൂടെ നമ്മൾ ഓക്കെ ആക്കി വെക്കണം. അതായത് നമ്മൾ നല്ല വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫുഡിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. ആ ലാസ്റ്റ് വീക്ക് നമ്മൾ അത് ചെയ്യാം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ പുതിയ പോയിന്റുകളൊന്നും പഠിക്കാതെ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അപ്പോൾ അടുത്ത ജൂണിൽ വരുന്ന എല്ലാവർക്കും, ജൂൺ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.